ജന്മനാ സെറിബ്രൽ പാൾസിയുള്ള ബിൽ പോട്ടർ ഒരു ജോലി ചെയ്ത് ജീവിക്കുക എന്നുള്ളത് അയാളുടെ വലിയ സ്വപ്നമാണ്. പക്ഷേ വൈകല്യമുള്ള ഒരാളെ ആര് ജോലിക്കെടുക്കും? ഒടുവിലൊരു ഡോർ ടു ഡോർ സെയിൽസ്മാനായിട്ട് അയാൾ ജോലിക്ക് കയറുന്നു. ബോസിനെ ഒരുപാട് കൺവിൻസ് ചെയ്ത് നിങ്ങൾക്കൊട്ടും പറ്റാത്തൊരു റൂട്ട് എനിക്ക് തന്നു നോക്കൂ എന്ന് പറഞ്ഞാണ് അയാൾ ജോലിക്ക് കയറുന്നത്. ആദ്യമൊക്കെ അയാൾ വിചാരിച്ച പോലെ തന്നെ മൊത്തം റിജക്ഷനായിരുന്നു. മെല്ലെ മെല്ലെ ആളുകളുമായിട്ട് എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് അയാൾ പഠിച്ചു തുടങ്ങി. കണ്ട് അയാളെ എല്ലാവർക്കും പരിചയമായി തുടങ്ങി. ആദ്യമായി അയാളുടെ കയ്യിൽ നിന്ന് സാധനം വാങ്ങിച്ചത് ഒരു ലേഡിയാണ്. ബില്ലിന് അധികമൊന്നും സംസാരിച്ച് അവരെ കൺവിൻസ് ചെയ്യേണ്ടി വന്നില്ല. വളരെ സ്നേഹത്തോടാണ് അവർ ബില്ലിനോട് പെരുമാറിയത്. സ്ഥിരമായി അവൻ്റെ കയ്യിൽ നിന്ന് സാധനങ്ങൾ മേടിക്കാനും തുടങ്ങി. ആ സ്ത്രീയുടെ പേരാണ് ഗ്ലാഡിസ്. വർഷങ്ങൾക്കപ്പുറം ബിൽ പോട്ടറിന് സെയിൽസ്മാൻ ഓഫ് ദി ഇയർ അവാർഡൊക്കെ ലഭിച്ചിരുന്നു. അപ്പോഴേക്കും ഗ്ലാഡിസ് മരിച്ചു. അവരുടെ മരണവിവരം അറിയാതെ ബിൽ അവരെ തിരക്കി ചെല്ലുന്നു. അയാളെ സ്വീകരിച്ചത് അവരുടെ മകനായിരുന്നു. ഗ്ലാഡിസിന്റെ മകൻ അയാളെ കണ്ടപാടെ തിരിച്ചറിഞ്ഞു. അയാളെ കൂട്ടിക്കൊണ്ട് ഒരു മുറിയിലേക്ക് പോയി. ഗ്ലാഡിസ് ബില്ലിന്റെ കയ്യിൽ നിന്ന് മേടിച്ച സാധനങ്ങൾ പലതും സീല് പോലും പൊട്ടിക്കാതെ അവിടെ കൂട്ടിയിട്ടിരിക്കുന്നു. അത് കണ്ടപ്പോഴാണ് ബില്ലിനൊരു കാര്യം മനസ്സിലായത്. ഗ്ലാഡിസിന് തനിക്ക് ആവശ്യമുള്ളതിനെക്കാട്ടിൽ എത്രയോ മടങ്ങ് സാധനങ്ങളാണ് ബില്ലിന്റെ കയ്യിൽ നിന്ന് മേടിച്ചുകൊണ്ടിരുന്നത്. അത് അവർക്ക് അവനോടുള്ള കരുതൽ കൊണ്ടായിരുന്നു. പക്ഷേ ജീവിച്ചിരുന്ന കാലം അത്രയും അവരുടെ ആ സ്നേഹവും കരുതലും അവൻ തിരിച്ചറിയാതെ പോയി. നമ്മൾ അറിയാതെ തന്നെ നമുക്ക് വേണ്ടി നല്ലതാഗ്രഹിക്കുന്ന എത്രയോ മനുഷ്യരുണ്ട് ഈ ലോകത്ത്. ആ സ്നേഹം കാണാതെ പോകുന്നതും ആ മനുഷ്യരെ തിരിച്ചറിയാതെ പോകുന്നതുമാണ് ഒരുപക്ഷെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ വൈകല്യം.